രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ മമതയെത്താത്തതിൽ രോഷം കൊണ്ട് പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര സന്താൽ കോൺഫറൻസിന്റെ സംഘാടനത്തിലെ പോരായ്മകളെക്കുറിച്ചും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മറ്റ് മന്ത്രിമാരുടെയും അസാന്നിധ്യത്തെക്കുറിച്ചും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പരാമർശം വന്നതിന് പിന്നാലെയാണ് അതിരൂക്ഷ വിമർശനവുമായി മോദി രംഗത്തെത്തിയത്. സാമൂഹിക മാധ്യമമായ എക്സിലാണ് അദ്ദേഹം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. രാഷ്ട്രപതി സംസാരിക്കുന്നതിന്റെ വീഡിയോയും അദ്ദേഹം കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല പാനലിന് വിജയം. 11 സീറ്റിലും സഹകരണ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ശരാശരി 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം. UDF പാനലിന് 3471 വോട്ടും LDF പാനലിന് 1258 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ തവണ ശരാശരി 49 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു UDF വിജയം. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ പേരിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി മുന്നറിയിപ്പ് നൽകി പോലീസ്. സോഷ്യൽ മീഡിയ, ഇമെയിൽ, വാട്സ്ആപ്പ് തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററുകൾ എന്ന പേരിൽ വ്യാജ നോട്ടീസുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അയച്ച് ഭീഷണിപ്പെടുത്തി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസ് അറിയിച്ചു. വ്യാജ നോട്ടീസുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അയച്ച് ഭീഷണിപ്പെടുത്തൽ, പണം അപഹരിക്കൽ ഉൾപ്പെടെയുള്ളവയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. അപരിചിതർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ബാങ്ക് വിവരങ്ങൾ പങ്കിടുകയോ ചെയ്യരുത്. ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിലോ www.cybercrime.gov.in എന്ന പോർട്ടലിലോ പരാതിപ്പെടണം. തട്ടിപ്പിനിരയായാൽ ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കുന്നത് പണം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്നും സംസ്ഥാന പോലീസ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കി. PK ശശി വർഗവഞ്ചകനാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. PK ശശിയെ പോലുള്ള വർഗവഞ്ചകർക്ക് പറ്റിയ പാർട്ടിയല്ല CPIM എന്ന് PS സഞ്ജീവ് പറഞ്ഞു. തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയനാകേണ്ട ആളായിരുന്നു PK ശശിയെന്നും അതിനുള്ള കഴിവില്ലെന്ന് അദ്ദേഹം തെളിയിച്ചുവെന്നും സഞ്ജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലക്കാടായിരുന്നു PS സഞ്ജീവിന്റെ പ്രതികരണം. ഇത്രയും കാലം നല്ലവരെന്ന് പറഞ്ഞവരെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഭൂലോകം കണ്ട ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്നത്. അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ കപടമുഖം വെളിപ്പെടുകയാണ്. PK ശശി പോയത് പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും സഞ്ജീവ് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസ് യുവാവിനെ ലാത്തികൊണ്ട് മർദ്ദിച്ചതായി പരാതി. ശ്രീകാര്യം CI പൊങ്ങമൂട് സ്വദേശി കിരണിനെ ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പറയുന്നു. CIക്കെതിരെ കിരൺ കമ്മീഷണർക്ക് പരാതി നൽകി. മാർച്ച് 2 പുലർച്ചെ ചെല്ലമംഗലം ക്ഷേത്രോത്സവത്തിനിടെയാണ് സംഭവം. വീട്ടിലേക്ക് പോവുകയായിരുന്ന കിരൺ ഗതാഗത തടസ്സം കാരണം വഴിയിൽപ്പെട്ടു. ഉത്സവത്തിനിടെ ഉണ്ടായ അടിപിടി പിരിച്ചുവിടൽ പോലീസ് ലാത്തി വീശി. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സുഹൃത്തിന്റെ ബൈക്ക് എടുക്കാനെത്തിയ കിരണും ഇതിനിടയിൽപ്പെട്ടു. ലാത്തിയുമായി അടുത്തെത്തിയ CI കിരണിനോട് സ്ഥലത്തു നിന്ന് മാറാൻ പറഞ്ഞു. ബൈക്ക് എടുക്കാൻ വന്നതാണെന്ന് കിരൺ പറഞ്ഞപ്പോൾ പ്രകോപിതനായ CI മർദ്ദിച്ചുവെന്നാണ് പരാതി.